ഇനി MSMED Act 2006 നോക്കാം. Micro, Small and Medium Enterprises Development Act 2006. With a view to boost the development of small enterprises in the country, the Government of India has enacted Micro, Small and Medium Enterprises Development MSMED Act 2006 and also set up a separate ministry of Micro, Small and Medium Enterprises. സ്മോൾ എൻ്റർപ്രൈസസിൻ്റെ ഡെവലപ്മെൻറ്റിന് സ്പീഡപ്പ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് MSMED Act 2006 എന്നുള്ള ആക്ട് കൊണ്ടുവന്നു. അതുകൂടാതെ അതിന് സെപ്പറേറ്റ് ഒരു മിനിസ്ട്രി വരെ സെറ്റപ്പ് ചെയ്തു. ആസ് പെർ ആക്ട് ദ MSMEs ആർ ഡിഫൈൻഡ് ആസ് ഫോളോസ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. മൈക്രോ എൻ്റർപ്രൈസസിനകത്ത്, അതായത് മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസ് ആണെങ്കിൽ അവരുടെ പ്ലാന്റ് ആൻഡ് മെഷീനറിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് 25 lakhs വരെയുള്ളതിനെ മൈക്രോ എൻ്റർപ്രൈസസ് എന്നും, സർവീസ് എൻ്റർപ്രൈസസിൽ ആണെങ്കിൽ 10 lakhs വരെയുള്ളതിനെ ആണ് മൈക്രോ എൻ്റർപ്രൈസസ് ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസിൽ 25 lakhs-നും 5 crores-നും ഇടയ്ക്കാണ് പ്ലാന്റ് ആൻഡ് മെഷീനറിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റെങ്കിൽ അതിനെ സ്മോൾ സ്കെയിൽ യൂണിറ്റ്സ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു. ഇനി അതേ ഇൻവെസ്റ്റ്മെൻറ്റ് സർവീസ് എൻ്റർപ്രൈസസ് ആണെങ്കിൽ 10 lakhs-നും 2 crores-നും ഇടയ്ക്കാണ് പ്ലാന്റ് ആൻഡ് മെഷീനറിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റെങ്കിൽ അതിനെ സ്മോൾ സ്കെയിൽ യൂണിറ്റ്സ് ആയിട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസിൽ 5 crores ആൻഡ് 10 crores 5 കോടിക്കും 10 കോടിക്കും ഇടയ്ക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റെങ്കിൽ, അതുപോലെ തന്നെ സർവീസ് എൻ്റർപ്രൈസസിൽ 2 കോടിക്കും 5 കോടിക്കും ഇടയ്ക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റെങ്കിൽ ആ രണ്ട് കാറ്റഗറി വരുന്നതിനെ മീഡിയം എൻ്റർപ്രൈസസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു. And features of MSMED Act 2006. New initiatives. MSMED Act 2006 features നോക്കാം. First one, new initiatives. Small and Medium Enterprises Development Act 2006 seeks to facilitate promotion, development and enhancing competitiveness of MSMEs. 2006 Small and Medium Enterprises Development Act മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിൻ്റെ അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും അവരുടെ എതിരാളികളുമായിട്ട് ഒന്ന് കോമ്പറ്റീറ്റീവ് ആയിട്ട് നിൽക്കാനായിട്ട് അവർക്കൊന്ന് പിടിച്ചു നിൽക്കാനുള്ള ഒരു സ്കിൽ കൊടുക്കാനും അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആക്ട് തുടങ്ങുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ ദി ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ റെക്കഗ്നിഷൻ ഓഫ് ദി കൺസെപ്റ്റ് ഓഫ് എൻ്റർപ്രൈസ് comprising both manufacturing and services and integrating the 3 tiers of these enterprises, namely micro, small and medium enterprises. ഒരു നിയമത്തിൻ്റെ ചട്ടക്കൂട് കൊടുത്തുകൊണ്ട് എന്താണ് എൻ്റർപ്രൈസസ് എന്നുള്ളത് അറിയാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അത് മാനുഫാക്ചറിങ് ആണോ സർവീസ് സെക്ടറിലുള്ള എൻ്റർപ്രൈസ് ആണോ എന്നൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ, അതുപോലെ തന്നെ ആ തരത്തിലുള്ള എൻ്റർപ്രൈസസിനെ 3ആയിട്ട് തരം തിരിച്ചു വയ്ക്കുകയാണ് ഈ ആക്ട് നിലവിൽ വന്നത്. ഗവൺമെൻറ് ഹാസ് ഓൾസോ അനൗൺസ്ഡ് എ പോളിസി പാക്കേജ് ഫോർ സ്റ്റെപ്പിംഗ് അപ്പ് ക്രെഡിറ്റ് ടു സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് അഷ്യൂറിംഗ് എ 20% year-on-year growth in credit flow. ഓരോ വർഷം ചെല്ലും തോറും 20% കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കത്തക്ക രീതിയിൽ ഒരു പുതിയ പോളിസി പാക്കേജ് വരെ ഈ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിന് വേണ്ടി ഗവൺമെൻറ് അനൗൺസ് ചെയ്തു. Significant improvements have also been made in the credit-linked capital subsidy scheme for technological upgradation, leading to a spurt in the number of units availing of its benefits. ഒരു ക്രെഡിറ്റ്-ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി സ്കീം വരെ അതുവരെ കൂടുതൽ ഇംപ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവന്ന് വരുത്തി. ഫോർ ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ ലീഡിങ് ടു എ സ്പേർട്ട് ഇൻ ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് അവൈലിംഗ് ഓഫ് ഇറ്റ്സ് ബെനിഫിറ്റ്. ആ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് യൂണിറ്റ്സിൻ്റെ എണ്ണം വരെ കൂട്ടുവാൻ സാധിച്ചു ഒരു ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി സ്കീം കൊണ്ടുവന്നതോടെ. എന്ന് വെച്ചാൽ ഈ മെഷീനറിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലൊക്കെ ലോൺ കൊടുക്കുന്നത് കൂടാതെ ക്യാപിറ്റലിൽ ഒരു സബ്സിഡി കൂടി കൊണ്ടുവന്നു. അതായത് കുറച്ച് എമൗണ്ട് ഗവൺമെൻറ് കൊടുക്കുന്ന രീതിയിൽ ഉള്ള ഓരോ ഇംപ്രൂവ്മെൻറ്റ്സൊക്കെ ഈ MSMED ആക്ട് വഴി കൊണ്ടുവന്നു. നെക്സ്റ്റ്, പ്രൊമോഷണൽ പാക്കേജസ്. In fulfillment of the assurance in the National Common Minimum Programs (NCMP),
The following packages are announced. ഒരു നാഷണൽ കോമൺ മിനിമം പ്രോഗ്രാംസ് താഴെ പറയുന്ന പാക്കേജസ് ഒക്കെ അനൗൺസ് ചെയ്തു. ഫസ്റ്റ് വൺ ലെജിസ്ലേഷൻ. ദ ആക്ട് പ്രൊവൈഡ്സ് ഫോർ പ്രൊമോഷൻ, ഡെവലപ്മെന്റ് ആൻഡ് എൻഹാൻസ്മെന്റ് ഓഫ് കോമ്പറ്റിറ്റീവ്നെസ് ഓഫ് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും പ്രൊമോഷന് വേണ്ടിയിട്ടും ഒരു ആക്ട് നിലവിൽ വന്നു. ആസ് പെർ ദ ആക്ട്, ദ ഗവൺമെൻറ് വുഡ് ടേക്ക് അപ്പ് എഫക്റ്റീവ് and expeditious implementation of this legislation in close collaboration with all stakeholders. ഈ ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ഓരോ നിയമങ്ങളും അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഒക്കെ പാസ്സാക്കി അത് അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ഒരു ആലോചനയിൽ എത്തിയതിന് ശേഷമാണ് അങ്ങനെ ഒരു ലെജിസ്ലേഷനൊക്കെ കൊണ്ടുവന്നത്. The Act states that the government would soon enact a law on limited liability partnership covering, among others, micro, small and medium enterprises with a view to facilitating infusion of equity and venture capital funding in these enterprises. അത് മാത്രമല്ല ആക്ടിൽ പറയുന്നുണ്ട് ഗവൺമെൻറ് ഉടനെ തന്നെ ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിന് വേണ്ടിയിട്ടും ഒരു നിയമം പാസ്സാക്കും. ഈ പറഞ്ഞ പോലെ മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിലും കൂടെ അവർക്ക് ഒരു ക്യാപിറ്റൽ ഇക്വിറ്റിയൊക്കെ കൊണ്ടുവന്ന് അതുപോലെ വെഞ്ചർ ക്യാപിറ്റലും ഒക്കെ ഒന്ന് ഫണ്ട് ചെയ്ത് അവർക്കും ഈ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിനും ഈ പറഞ്ഞ എൻ്റർപ്രൈസസിൽ ഒരു റോള് കൊടുക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ്, ക്രെഡിറ്റ് സപ്പോർട്ട്. ഇൻ ലൈൻ വിത്ത് ദ പോളിസി പാക്കേജ് ഫോർ സ്റ്റെപ്പിംഗ് അപ്പ് ക്രെഡിറ്റ് ടു സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് SME, the Reserve Bank of India has already issued guidelines to the public sector banks to ensure 20% year-on-year growth in credit to SMEs. ഓരോ വർഷം കൊടുക്കുന്ന ലോണിൽ ഒരു 20% ഇൻക്രീസ് വരത്തക്ക രീതിയിലുള്ള നിർദ്ദേശങ്ങൾ പബ്ലിക് സെക്ടർ ബാങ്കിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊടുത്തു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിനുള്ള ഒരു സ്റ്റെപ്പിംഗ് അപ്പ് ക്രെഡിറ്റ് തുടക്കത്തിൽ തന്നെ കൊടുക്കുന്ന ഒരു ലോൺ, ആ ഒരു ലോൺ കൊടുക്കുന്ന സ്റ്റെപ്പിംഗ് അപ്പ് ക്രെഡിറ്റ് കൊടുക്കുന്ന ആ ഒരു പോളിസി പാക്കേജിൻ്റെ അടിസ്ഥാനത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പബ്ലിക് സെക്ടർ ബാങ്ക്സിന് ഇങ്ങനൊരു നിർദ്ദേശം കൂടെ കൊടുത്തു. Action has also been initiated to operationalize other elements of this said policy package. മറ്റ് എലമെൻറ്റ്സും ആ പോളിസി പാക്കേജിലുള്ള മറ്റ് എലമെൻറ്റ്സും കൂടെ നടപ്പിലാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചു. Implementation of these measures would be closely monitored by the RBI and the government. ഈ മെഷേഴ്സിൻ്റെയൊക്കെ ഇംപ്ലിമെൻറ്റേഷൻ അതെങ്ങനെയാണ് നടപ്പിൽ വരുത്തുന്നതൊക്കെ ഗവൺമെൻറ്റും RBIയും മോണിറ്റർ ചെയ്യുന്നും ഉണ്ട്. The Small Industries Development Bank of India (SIDBI) will scale up and strengthen its credit operations for micro enterprises and cover 50 lakhs additional beneficiaries over 5 years beginning 2006 and 7. Government will provide grant to SIDBI to augment its portfolio risk fund for the purpose. ഗവൺമെൻറ്റും ഒരു സിഡ്ബിക്ക് നല്ലൊരു ഗ്രാൻറ്റ് കൊടുക്കുന്നുണ്ട്. അതിന് ഉണ്ടാകുന്ന റിസ്ക്, അതായത് ഈ കുറേ എൻ്റർപ്രൈസസിനൊക്കെ ഒരുപാട് ലോണൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലതൊന്നും തിരിച്ച് കിട്ടാക്കടമായിട്ട് പോകും. അതിൻ്റെയൊക്കെ ആ ഒരു റിസ്ക് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരു ഗ്രാൻറ്റൊക്കെ സിഡ്ബിക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിഡ്ബി will scale up and strengthen its credit operations for micro enterprises and cover 50 lakhs additional beneficiaries over 5 years beginning 2006 to 7. 2006-7 കാലഘട്ടത്തിൽ തൊട്ട് ഓരോ 5 വർഷം കൂടുമ്പോഴും 50 ലക്ഷത്തോളം അഡീഷണൽ ബെനിഫിഷ്യറീസ്, 50 ലക്ഷത്തോളം പുതിയ ആളുകൾക്ക് അല്ലെങ്കിൽ പുതിയ മൈക്രോ എൻ്റർപ്രൈസസിന് അവരുടെ ലോൺ കൊടുക്കുന്നതും അവരുടെ ലോൺ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഒക്കെ കൊടുക്കാനായിട്ടും ഒക്കെ തുടങ്ങി. ഗവൺമെൻറ് would also provide grant to SIDBI to enable it to create a risk capital fund as a pilot scheme in 2006-7 so as to provide directly and through intermediaries demand-based small loans to micro enterprises. അതുപോലെ തന്നെ സിഡ്ബിക്ക് ഗവൺമെൻറ് ഒരു ഗ്രാൻറ്റ് ഒക്കെ കൊടുത്തു to enable it to create a risk capital fund. അത് 2006-7 കൊണ്ടുവന്ന ഒരു സ്കീമാണ്, ഒരു റിസ്ക് ക്യാപിറ്റൽ ഫണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ അതുവഴി ഈ ഇടനിലക്കാർ വഴി മൈക്രോ എൻ്റർപ്രൈസസിൻ്റെ ആവശ്യമനുസരിച്ച് ചെറിയ ലോൺസ് കൊടുക്കാനായിട്ടുള്ള സംവിധാനം കൊണ്ടുവന്നു.
Next, SIDBI's direct lending operations will be expanded by increasing the number of branches from 56 to 100 in 2 years beginning 2006-07 with a view to catering to credit needs of more clusters of micro and small enterprises. Micro and small enterprisesന്റെ ചെറിയ ചെറിയ കൂട്ടങ്ങൾ, മോർ ക്ലസ്റ്റേഴ്സ്, ഗ്രൂപ്പിനാണ് ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ ക്രെഡിറ്റിൻ്റെ ആവശ്യമനുസരിച്ച് അത് അവർ ആ ക്ലസ്റ്റർ മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസസിൻ്റെ ഗ്രൂപ്പിൻ്റെ ക്രെഡിറ്റ് നീഡ്സ്, കടത്തിൻ്റെ ആവശ്യമനുസരിച്ച് അത് ഫുൾഫിൽ ചെയ്ത് കൊടുക്കത്തക്ക രീതിയിലും, അതുപോലെ തന്നെ 2006-2007 കാലഘട്ടം തൊട്ട് ഓരോ 2 വർഷം കൂടുമ്പോഴും അവരുടെ ബ്രാഞ്ചസ് 56 നിന്ന് 100 അവർ കൊണ്ടുവന്നു. അതുവഴി അവരുടെ ഓപ്പറേഷൻസ്, അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാനായിട്ടും സിഡ്ബി ചെയ്തു. The eligible loan limit under the Credit Guarantee Fund scheme would be raised to 50 lakhs. ഈ ക്രെഡിറ്റ് ഗ്യാരണ്ടീസ് ഫണ്ട് സ്കീം പ്രകാരം എലിജിബിൾ ലോൺ ലിമിറ്റ്, അതായത് നമുക്ക് മാക്സിമം കിട്ടുന്ന ലോൺ ലിമിറ്റ് അത് 50 ലക്ഷമായിട്ട് ഉയർത്തി. ക്രെഡിറ്റ് ഗ്യാരണ്ടി കവർ വുഡ് ബി റേസ്ഡ് ഫ്രം 75% to 80% ഫോർ മൈക്രോ എൻ്റർപ്രൈസസ് ഫോർ ലോൺ അപ് ടു 5 lakhs. അതുപോലെ തന്നെ credit guarantee cover would be raised from 75% to 80% for micro enterprises for loans up to rupees 5 lakhs. 5 ലക്ഷം വരെ എടുക്കുന്ന ലോൺസ്, ഈ മൈക്രോ എൻ്റർപ്രൈസസിന് വേണ്ടിയിട്ടുള്ള 5 ലക്ഷം വരെ എടുക്കുന്ന ലോൺസിൻ്റെ 80%ഉം ഗ്യാരണ്ടീഡ് ക്രെഡിറ്റ് ആയിട്ട് മാറ്റും. എന്ന് വെച്ചാൽ ഈ എൻ്റർപ്രൈസസ് തിരിച്ച് ആ പൈസ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അടച്ചില്ല എങ്കിൽ സിഡ്ബി കൊടുത്തോളാം എന്നുള്ളൊരു ഗ്യാരണ്ടി കൊടുക്കും. അത് 75% to 80% വരെയുള്ളതിന് ഗ്യാരണ്ടീഡ് ആയിട്ട് മാറ്റി. To encourage public sector banks and public financial institutions to contribute to the corpus of the fund, the feasibility of allowing deductions of their contributions to the fund for income tax purposes would be examined. അതുപോലെ തന്നെ ഈ പബ്ലിക് സെക്ടർ ബാങ്ക്സിനും പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഈ ഫണ്ടിൻ്റെ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, ഈ പറഞ്ഞ കോൺട്രിബ്യൂഷൻ അവരെത്രയാണോ ഈ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അത് അവരുടെ ഇൻകം ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് അത് ഇൻകം ടാക്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ആ ഫണ്ട് ഇൻകം ടാക്സ് അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാക്കാനായിട്ടുമൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്തു. The fund would continue to be maintained with and managed by the Credit Guarantee Fund Trust for Small Industries, CGSTI. The trust will be renamed as Credit Guarantee Fund Trust for Micro and Small Enterprises. ആ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ട്രസ്റ്റ് ഫോർ സ്മോൾ ഇൻഡസ്ട്രീസ് എന്നുള്ള പ്രസ്ഥാനമാണ്. അതിൻ്റെ ആ ഒരു ട്രസ്റ്റിൻ്റെ പേര് പിന്നീട് റീനെയിം ചെയ്തു, ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ട്രസ്റ്റ് ഫോർ മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസസ് എന്ന് ആക്കി.